ഹാപ്പി പിറന്നാൾ. പിറന്നാളായിട്ട് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു റാൻഡം വീഡിയോ ഓൺ ദി സ്പോട്ട് ആലോചിച്ചൊരു വ്ളോഗാണ്. Q&A, റാൻഡം Q&A, അങ്ങനൊരു തീമില്ല, റാൻഡം Q&A. ഓക്കെ, സോ ഗിരീഷിന്റെ മനസ്സിലുള്ള ഗിരീഷ് ചോദിക്കും, എൻ്റെ മനസ്സിലുള്ള ഞാൻ ഗിരീഷിനോട് ചോദിക്കും. സോ ലെറ്റ്സ് ഡു ഇറ്റ്. റെഡി? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിനക്ക് കാർ ഓടിക്കാനാണോ ഇഷ്ടം, സ്കൂട്ടി ഓടിക്കാനാണോ ഇഷ്ടം? ഓക്കെ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ബേബിക്ക് കാർ ഓടിക്കാനാണ് സ്കൂട്ടി ഓടിക്കാനാണ്? എനിക്ക് രണ്ടും ഇഷ്ടമല്ല, ബൈക്കാ ഇഷ്ടം. യു നോ ദാറ്റ് റൈറ്റ്? പിന്നെന്താ? കറക്റ്റ്. ഓക്കെ, സോ പിസ്സ ആണോ ഇഷ്ടം, ബർഗർ ആണോ ഇഷ്ടം? പിസ്സ. ബേബിക്ക് ബർഗർ. യെസ്, ബർഗർ. ഞാൻ ബർഗറിന്റെ ആളാണ് പണ്ട് തൊട്ടേ. ബേബിക്ക് എന്താ പറയാ, വീട്ടിലിരിക്കുന്നതാണോ ഇഷ്ടം, അതിങ്ങനെ വെളിയിലുള്ള സർക്കിട്ട് അടിച്ച് നടക്കുന്നതാണോ ഇഷ്ടം? എനിക്ക് പുറത്ത് ഇറങ്ങാറാണ്. ആണോ? പക്ഷെ ഫുൾ ടൈം മൊബൈലാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ എല്ലാവരും. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും മൊബൈലിലാണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കത്തില്ല. അപ്പോൾ ബസ് പോയാലും ശ്രദ്ധിച്ച് കാണും. ട്രെയിനിൽ ഇന്നലെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ മൊബൈലിൽ നോക്കിയിട്ടായിരിക്കും, ഞാനടക്കം. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, എല്ലാവരും ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്മാർട്ട് വേൾഡിലല്ലേ. അപ്പോൾ സ്മാർട്ട് ഫോൺ മസ്റ്റ് ആണ് എല്ലാവർക്കും. വിച്ച് കളർ ഡു യു ലൈക്ക് ദ മോസ്റ്റ്, ബ്ലാക്ക് ഓർ വൈറ്റ്? അങ്ങനെ രണ്ട് സെലക്ഷൻ അന്നത്തോടെ എടുക്കാൻ പറ്റുമല്ലോ? ഇല്ലല്ല, നീ എന്റെ ഇഷ്ടം. എന്റെ കളർ, എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചില സമയത്ത്. എനിക്ക് അത് ഡിപ്പെൻഡ്സ് ഓൺ മൈ മൂഡ്. കളർ മാത്രമേ മാറുള്ളൂ, മൂഡ് മാറുമ്പോ കളറും മാറും. സാധാരണ വേറെ ഒന്നും മാറുന്നില്ലല്ലോ. എനിക്ക് ബ്ലാക്ക് ആ ഇഷ്ടം. മോസ്റ്റ്ലി എല്ലാവർക്കും ബ്ലാക്ക് ഇസ് എ കോമൺ കളർ, എല്ലാവരും ബ്ലാക്ക്. നമ്മളൊന്നും ബ്ലാക്ക് കൺട്രി. ഓക്കെ, വേഫേഴ്സ് ആണോ ഇഷ്ടം, ഹോട്ട് ചോക്ലേറ്റ് ആണോ ഇഷ്ടം? Depends upon mood, yaar. Hot chocolate always, but waffles strong. ഇപ്പൊ നമ്മള് വേഫർ ഹൗസിലായിരിക്കുന്നു, ബെൽജിയം വേഫേഴ്സ്. ഓക്കെ, പിന്നെന്താ ചോദിക്കാം? സദ്യയാണോ ഇഷ്ടം, ബിരിയാണിയാണോ ഇഷ്ടം? എനിക്ക് സദ്യ ഇഷ്ടം. ബേബിക്കോ? സദ്യയിൽ പായസം എന്താണ് അതിനനുസരിച്ചിട്ടിരിക്കും. സദ്യയാണോ? എന്റെ ഫേവറേറ്റ് പായസം ബിരിയാണിയും പായസം കഴിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, സെറ്റ് ആയിരിക്കും. അയ്യേ, എന്താ ഇഷ്ടമല്ല. എന്റെ ഫേവറേറ്റ് പായസം ഏതാന്ന് പറയണം? ആരുടെ? എന്റെ. വേറെ ആരുടെ? പരിപ്പ് പറയും. യെസ്, കറക്റ്റ്. എന്റെ പായസം പറ. പാലട, പാൽപ്പായസം. ആരുണ്ടാക്കുന്നത്? അമ്മയുണ്ടാക്കുന്ന പാൽപ്പായസം. എക്സാക്ട്ലി. ബിരിയാണി എനിക്ക് എവിടുത്തെ ഇഷ്ടം? അതും മമ്മി ഉണ്ടാക്കുന്ന ഇഷ്ടം. ലോകത്തിലെ ഏറ്റവും നല്ല ബിരിയാണി. നമ്മളെല്ലാവരും എന്തൊക്കെയായാലും നമുക്ക് ഇഷ്ടം എപ്പോഴും നമ്മുടെ വീട്ടിലത്തെ ഫുഡായിരിക്കും. അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും ബെസ്റ്റ്. നീ ഉണ്ടാക്കുന്ന മോശമെന്നല്ല പറഞ്ഞ്, ബട്ട് ഒരു പടി മുകളിൽ വെക്കും നമ്മുടെ ഫുഡ്. അത് നിനക്കും അറിയാം, നിനക്ക് ഇഷ്ടമാണ്. അത് നീ പറയണ്ട, അമ്മമാരോട് ചോദിച്ചാൽ മതി, ബാക്കി രണ്ട് ചെക്കന്മാരോട് ചോദിച്ചാൽ മതി, അവര് പറയും. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. പണിയെടുക്കാൻ ആർക്കാ താല്പര്യം? എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്റെ ഫുഡിന് അത്ര. നമ്മുടെ സ്വിഗ്ഗിയും സൊമാറ്റോന്റെയും ബില്ലെടുത്ത് നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലായി പോകും. അപ്പൊ വേറെ Q&A അവസാനിപ്പിച്ചാൽ മതി. ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പുറത്തോട്ട് വരും, അപ്പൊ നമുക്ക് നിർത്താം. ഓക്കെ. അങ്ങനെ ഡോമിനോസുമായിട്ട് ഗിരീഷ് എത്തി കഴിഞ്ഞു. ഡോമിനോസ് റെഡി. ഡബിൾ ചോക്ലേറ്റ് ഒഴുകുന്ന അങ്ങനെ. അല്ല, അത് ഇത് ഇമ്പോർട്ടഡ് സാധനമാണോ? ബിസ്ക്കറ്റ് മുംബൈയിൽ നിന്ന് വരുന്നത്. നമ്മുടെ ഇവിടെ വേറെ ഒന്നുണ്ട്. അതെ, ഏക ഭാഗത്തേക്ക്
अरे नहीं मटे उണ്ടല്ലോ മിനീസും ഉണ്ടല്ലോ हाँ मिनी बन गया एक और है शायद बनाने के लिए कैसा ये തന്നെ മതി 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 അപ്പം see you guys bye